പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 5 മണിക്കാണ് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുക. പുതിയ GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് അഭിസംബോധന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. GST കൗൺസിൽ നികുതി ഘടനയിൽ കാതലായ മാറ്റം വരുത്തിയതിനു ശേഷം അത് നാളെ മുതൽ പ്രാബല്യത്തിലാകുന്ന പശ്ചാത്തലത്തിൽ ആണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. GST കൗൺസിൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും കാതലായ മാറ്റങ്ങൾ എന്നാണ് പൊതുവെ ഈ മാറ്റങ്ങളെ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് 2 ലക്ഷം കോടി രൂപ വിപണിയിലേക്ക് അധികമായി എത്തുമെന്നും ഇത് സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തും എന്നുമുള്ളതാണ്. നിലവിൽ 4 തട്ടുകളിൽ ആയാണ് നികുതികൾ ഈടാക്കുന്നത്. ആ നികുതി ഘടന എന്നത് 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. നാളെ മുതൽ 2 തട്ടുകളിൽ ആയിട്ടായിരിക്കും പ്രധാനമായും നികുതി ഈടാക്കുക. അത് 5%, 18% എന്ന നിലയിലാണ്. ഇതോടൊപ്പം തന്നെ 40% നികുതി ഈടാക്കുന്ന ചില ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉണ്ട്. അത് ആഡംബര ഉൽപ്പന്നങ്ങൾ, പുകയില, സിഗരറ്റ് പോലെയുള്ള ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയാണ്. എന്നാൽ ഈ നിരക്ക് വർധനവ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരില്ല. ഇതിനായി പ്രത്യേക വിജ്ഞാപനം ഇറക്കും എന്നാണ് GST കൗൺസിൽ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരക്ക് മാറുന്ന സാഹചര്യത്തിൽ വ്യാപാരികൾക്കും വ്യവസായികൾക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പുതിയ ബില്ലിംഗ് സമ്പ്രദായത്തിലേക്ക് സോഫ്റ്റ്വെയറുകൾ മാറ്റണം എന്ന നിർദ്ദേശം നേരത്തെ തന്നെ GST കൗൺസിൽ നൽകിയതാണ്. ഇത് പ്രകാരം സംസ്ഥാനങ്ങൾ നാളെ മുതൽ ഈ പുതുക്കിയ നിരക്കിന് അനുസരിച്ച് ആയിരിക്കും ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും നികുതി ഈടാക്കുകയും ചെയ്യുന്നത്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ പുതുക്കിയ ഘടനയെ ഏറെ ആശങ്കയോടെയാണ് കേരളം നോക്കിക്കാണുന്നത്. അതായത് പ്രതിവർഷം 8,000 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാനത്തിന് ഉണ്ടാകും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം രാജ്യത്തെ പൊതുവായി പരിശോധിക്കുമ്പോൾ നിലവിലെ നികുതി ഘടന വലിയ തോതിൽ നേട്ടമുണ്ടാക്കുന്ന ഒന്നായിരിക്കും, പ്രത്യേകിച്ച് ഇടത്തരക്കാരായ ആളുകൾക്ക് എന്നുള്ളതാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒപ്പം മരുന്നുകൾക്ക് വന്നിട്ടുള്ള നികുതി ഘടനയിലെ മാറ്റം, അതായത് 18% നികുതി ഈടാക്കുന്ന പല മരുന്നുകൾക്കും ഇനി മുതൽ 5% നികുതി നൽകിയാൽ മതിയാകും. അതിൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി നിത്യേന ഉപയോഗിക്കേണ്ട മരുന്നുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു എന്നുള്ളത് ഇങ്ങനെ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾക്കും വലിയ തോതിൽ ആശ്വാസമാകുന്നുണ്ട്. മറ്റൊന്ന്, നിലവിലെ 4 ഘട്ട നികുതി ഘടനയനുസരിച്ച് 12% നികുതി ഈടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 90% ഇനി 5% മാറുന്നു എന്നുള്ളതാണ്. 12% നികുതി ഈടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങളിൽ 5%-ആയി നികുതി ഘടന മാറുമ്പോൾ അത് ആ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ വലിയ കുറവ് വരുത്തും എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തുന്നത്. മാത്രവുമല്ല, ഈ 90% ഉൽപ്പന്നങ്ങളും സാധാരണക്കാരായ ഇടത്തരക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ് വിലയിരുത്തൽ. മറ്റൊന്ന്, 28% നികുതി ഈടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇനി മുതൽ 18% നികുതി നൽകിയാൽ മതിയാകും. ഈ 28% നികുതി ഈടാക്കിയിരുന്ന ഉൽപ്പന്നങ്ങളുടെയും വില കുറയുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് 2 ലക്ഷം കോടി രൂപ അധികമായി വിപണിയിലേക്ക് എത്തിക്കാൻ ഈ നികുതി ഘടനയിലൂടെ സാധിക്കും എന്ന് വിലയിരുത്തുന്നത്. പുതുക്കിയ നികുതി ഘടന ഏത് നിലയിലായിരിക്കും സാധാരണക്കാർ, കർഷകർ, വ്യാപാരികൾ, വ്യവസായികൾ എന്നിവരെ സഹായിക്കുക എന്നത് സംബന്ധിച്ച വിശദമായൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായേക്കും എന്നാണ് വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഇന്ത്യ വ്യാപാരപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ സംബന്ധിച്ചും ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം ചുമത്തുന്ന സാഹചര്യം ആണ് ഇപ്പോഴുള്ളത്. പിന്നീട് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് എങ്കിലും ഡൊണാൾഡ് ട്രംപ് ഈ നികുതിയിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കുമ്പോൾ ഇത് മാറ്റമുണ്ടായേക്കാം എന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോഴത്തെ ഈ നികുതി ഘടനയിലെ മാറ്റത്തിലൂടെ ഈ പ്രതിസന്ധിയും പരിഹരിക്കാനാകും എന്ന പൊതുവിലയിരുത്തൽ ആണ് സർക്കാരിന് ഉള്ളത്. അതോടൊപ്പം തന്നെ H1B വിസയുടെ തുക വർദ്ധിപ്പിക്കുകയും അങ്ങനെ IT മേഖലയടക്കം ആശങ്ക നേരിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ന് ട്രംപ് ഇക്കാര്യങ്ങളിൽ അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഇത് ബാധകമല്ല എന്ന് പറയുമ്പോൾ പോലും ഇന്ത്യയിൽ നിന്ന് നിരവധിയായ IT മേഖലയിൽ പെട്ടവർ ജോലി സാധ്യതകൾ അടക്കം അമേരിക്കയിൽ തിരയുന്ന സാഹചര്യമുണ്ട്. ഇത്തരം പ്രതിസന്ധികളെ കൂടി രാജ്യം എങ്ങനെ മറികടക്കും എന്നത് പ്രധാനമന്ത്രിയുടെ വാചകങ്ങളിൽ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. KP അഭിലാഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്.